Hey guys, Life of Mufiയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ സൂറത്തിൽ നിങ്ങളൊരു ഷോപ്പിങ്ങിന് വരുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വ്ളോഗിൽ പറഞ്ഞത്. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനോ അതേപോലെ തന്നെ അങ്ങനത്തെ പ്ലാനിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു കിഡിലൻ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഹായ് സാറേ, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സാറ് പേരെന്താ വരുന്നത്? അനൂപ് നായർ. ഹായ്. അപ്പോൾ സാറ് നമുക്ക് മലയാളിയല്ല, പക്ഷെ മലയാളം നല്ല രീതിയിൽ അറിയാം. അപ്പോൾ സാറോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അനൂപ് സാർ ഇവിടുത്തെ മലയാളി തന്നെയാണ്, നാട്ടിലെ കൊല്ലത്ത് ജനിച്ചത് ഇവിടെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ മലയാളി തന്നെയാണ്, പക്ഷെ നാട്ടിലാണ് ജനിച്ചത്, കൊല്ലത്താണ് ജനിച്ചത്. അപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞുതരും. സാറോട് നമുക്ക് ചോദിച്ചേക്കാം എന്തൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഇത് ഇസിദാസ് ഫാക്ടറി ഔട്ട്ലെറ്റ്സ്. ഇവിടെ ഓൺലി വുമൻസ് വെയറിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ്. വുമൻസ് വെയറിൽ നമ്മുടെ അടുത്ത് ഇവിടെ സാരീസ്, ഡ്രസ്, റെഡിമെയ്ഡ് കുർത്തീസ്, ഡിസൈനർ സാരീസ്, അൺസ്റ്റിച്ച് ചുടിദാർ മെറ്റീരിയൽ, പിന്നെ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ, ലെഗിൻസ്, ദുപ്പട്ട, എല്ലാ ഐറ്റംസ് നമ്മുടെ അടുത്ത് ലെഹങ്ക, ബ്രൈഡൽ, പാർട്ടി വെയർ എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ്. ഏതൊക്കെ മോഡൽസ് ആണ് വരുന്നത്? കളക്ഷൻസിൽ ഏതൊക്കെ വരുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് കസ്റ്റമേഴ്സ് ആസ്ക് ചെയ്യുന്നത് ഏത് മോഡൽസ് ആണ് വരുന്നത്? മോഡൽസിന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മൊത്തം ഫാക്ടറി ഔട്ട്ലെറ്റ് നിങ്ങൾ കറങ്ങി നോക്കിയാൽ ഒന്നാമത് ഞാൻ ഫസ്റ്റ് കാര്യം പറഞ്ഞു, ഇവിടെ നമ്മുടെ അടുത്ത് 95% കസ്റ്റമർ എല്ലാവരും നമ്മുടെ സൗത്ത് ഇന്ത്യൻസാണ്. ഏത് സെക്ഷനിൽ പോയാലും നിങ്ങൾക്ക് നമ്മുടെ സൗത്ത് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു മലയാളി കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡേക്ക് വന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മലയാളി സ്റ്റാഫ് ഇവിടെ അവൈലബിൾ ആണ്. അനൂപ് സാർ നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ കളക്ഷൻസ് ആണെന്നുള്ള കളക്ഷൻസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുർത്തന്റെ സെക്ഷൻസ് നോക്കാം അല്ലേ? കുർത്തക്ക് എങ്ങനെ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് 95 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3000 രൂപ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ കുറേ ബോക്സിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത് വരുന്നത് നമ്മുടെ കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്ത അവന്മാരെ അഡ്രസ് ഒക്കെ തരും. ആ അഡ്രസ്സിലൊക്കെ നമ്മൾ തന്നെ ട്രാൻസ്പോർട്ടിൽ ഇട്ട് തരും, കൊറിയർ ചെയ്തിട്ട്. ആ ട്രാൻസ്പോർട്ടിൽ ഇടുന്ന ബോക്സ് ആണ് ഇത്. ഇതുപോലത്തെ ബോക്സ് ആണ് നിങ്ങൾക്ക് അവിടെ പാർസൽ നാട്ടിലേക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതൊക്കെ നാട്ടിലേക്ക് പാക്കിംഗ് ഉള്ള സാധനങ്ങളാണ്. കുറെ ബോക്സ് കണ്ടോ, കാലി ബോക്സ് വരുന്നത്, ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഇവര്. ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടോ? ഷിപ്പിംഗ് ചാർജ് ഇവിടത്തേക്ക് ഫ്രീയാ. നാട്ടിലെ കേരള ചാർജ് നിങ്ങൾക്ക് വരും. ഒരു പാർസലിന്റെ ഒരു 400-500 ഒക്കെ വരും. അത് അവിടെ നിങ്ങൾ പേ ചെയ്താൽ മതി. ഇവിടുത്തെ മൊത്തം ഫ്രീയാ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് കേരളത്തിലേക്ക് സാധനം കിട്ടും? ഇന്ന് പർച്ചേസ് ചെയ്ത് ബില്ലൊക്കെ ക്ലിയർ ചെയ്താൽ നാളെ ഇവിടെ നിന്ന് ഐറ്റംസ് ഒക്കെ ഡിസ്പാച്ച് ആവും. വിത്തിൻ 6 days 5 days അകത്ത് നിങ്ങൾക്ക് അവിടെ പാർസൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പേയ്മെന്റിന്റെ ഓപ്ഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മിനിമം നമ്മൾ എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യണം? മിനിമം എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം പർച്ചേസിംഗ്? ഒരു സെക്ഷൻ നമ്മുടെ അടുത്ത് ഒരു ഓപ്ഷൻ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ലൈവ്. സെക്കൻഡ് ഓപ്ഷൻ വരാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാം. ആരാ നമ്മളെ ഹാൻഡിൽ ചെയ്യാ? സാറന്നെ ചെയ്യും. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, നാനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കളക്ഷൻസ് നോക്കി നോക്കാം. എല്ലാം കാണിച്ചു തരാം. നെക്സ്റ്റ് ആണ് കുർത്താസ് അല്ലേ? അധികം ആൾക്കാർ എൻക്വയറി നമ്മളെ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു സെക്ഷനും കൂടിയാണ് ഈ മെറ്റീരിയൽസും അതേപോലെ തന്നെ കുർത്തന്റെ സെക്ഷനും. അപ്പോൾ ഇവിടെ എന്തൊക്കെ കളക്ഷൻസ് ആണ്? ഇവിടെ റെഡിമെയ്ഡ് കുർത്തീസിലാണ് നമ്മുടെ അടുത്ത് 1 പീസ് 2 പീസ് 3 പീസ് എല്ലാം ഉണ്ട്. 1 പീസ് 2 പീസ് 3 പീസ് പറയാനാ, പക്ഷെ അതിൽ പ്ലാസോ, നമ്മുടെ എന്താ പറയുന്നത്, ഈ ആങ്കിൾ കട്ട് എല്ലാ ടൈപ്പിന്റെ പാൻറ് ഇതാണ്ട്. ഈ ഡമ്മിലിറ്ററിക്കിനില്ല എല്ലാം പുതിയ കളക്ഷൻ. ഇതൊക്കെ പുതിയ വന്നിട്ടുള്ള ഷറാറ ഗറാറ ടൈപ്പ് എല്ലാ പാൻറ് വരും നമ്മുടെ അടുത്ത്. ഭാഗത്തെ കാണിച്ചു തരാം. ഉള്ളിലോട്ട് കയറി നോക്കാം. ഉള്ളിൽ എന്തൊക്കെ കളക്ഷൻ അനൂപ് സാർ? ഈ ഒരു ഫ്രണ്ടിൽ കുറേ ഭംഗിയുള്ള കുറേ കളക്ഷൻസ് കാണുന്നുണ്ടല്ലോ. ഞാൻ 2-3 കളക്ഷൻസ് കാണിച്ചില്ല. എത്രത്തോളം കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം തിരഞ്ഞെടുക്കാനൊന്നും പറ്റൂലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻ നമ്മുടെ റെഡിമെയ്ഡ് കുർത്തീസിടെ. ഓക്കെ. ഇവിടെ 1 പീസ് 2 പീസ് 3 പീസ് എല്ലാം അവൈലബിൾ ആണ്. കോട്ട് സെറ്റും അവൈലബിൾ. സ്റ്റാർട്ടിംഗ് റേറ്റ് വരും 95 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് മാഡം. 3000 രൂപ വരേക്കും നമ്മുടെ അടുത്ത് ഈ സെക്ഷനിലൊക്കെ ഐറ്റംസ് അവൈലബിൾ ആണ്. 95 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3000 രൂപൻ്റെ ഉള്ളിലായിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കണ്ടോ, അനൂപ് സാർ കയ്യിൽ കണ്ടോ, 2-3 ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ഏകദേശം നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 95% കസ്റ്റമർ എല്ലാം നമ്മുടെ ഉണ്ടോ കേരള കസ്റ്റമർ. നിങ്ങൾ നോക്കില്ല മാഡം എല്ലാ സെക്ഷനിലെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, നമ്മുടെ സൗത്ത് ടേസ്റ്റ്. അതായത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒത്തിരി അല്ലേ അനൂപ് സാർ, മല്ലു കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് അല്ലേ? ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ ലൈവ് നോക്കില്ലല്ലോ. അതെ അതെ നോക്കൂ. ഓക്കെ, കണ്ടോ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഈ ബൊട്ടീക്കിലേക്കൊക്കെ നാട്ടിൽ അധികം പോകുന്ന ഈ ത്രെഡ് വർക്കിന്റെ മാച്ചിങ്ങിൽ സോൾ വരുന്നല്ലേ ടൈപ്പിൽ. അങ്ങനെ കേട്ടോ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അത് തന്നെ ഇപ്പോൾ പാർട്ടി വെയറിലും വരുന്നുണ്ട്, അതെല്ലാം തന്നെ കാഷ്വൽ വെയറിലും വരുന്നുണ്ട്, സിൽക്കി ടൈപ്പിലും വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ കുർത്തൻ്റെ സെക്ഷൻ പറഞ്ഞല്ലോ. അപ്പോൾ കുർത്തൻ്റെ സെക്ഷനിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പം റേറ്റ് കാര്യങ്ങൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അനൂപ് സാർ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് കുറച്ച് ഡിസ്പ്ലേക്ക് വെക്കണം. സാർ കുറച്ച് കളക്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ് ആണ് വരുന്നത്, എങ്ങനെയാണ് റേറ്റ് വരുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം. സാർ എന്തൊക്കെയാണ് വരുന്നത് കുർത്തൻ്റെ സെക്ഷനിൽ? കുർത്തിയിൽ നമ്മുടെ അടുത്ത് മാഡം 1 പീസ് 2 പീസ് 3 പീസ് 3 ഉണ്ട്, കോട്ട് സെറ്റും ഉണ്ട്. പിന്നെ ഇപ്പോൾ നിൽക്കുന്ന റെഡിമെയ്ഡ് കുർത്തീസിലെ സെക്ഷനാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് 95 രൂപ മുതൽ സ്റ്റാർട്ടായി 3000 രൂപ വരയ്ക്കും ഉണ്ട്. 95 രൂപ മുതൽ 3000 രൂപ വരെ 95 to 3000 റുപ്പീസിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. റേറ്റ് കാര്യങ്ങൾ നമുക്ക് മാക്സിമം ഇതിൽ കവർ ചെയ്യാം എന്തൊക്കെ ഐറ്റംസിൻ്റെ ആണെന്നുള്ളത്. സാർ നമ്മുടെ അടുത്ത് ചീപ്പ് റേറ്റും ഉണ്ട്, മീഡിയം റേറ്റും ഉണ്ട്, പ്രീമിയം റേറ്റും ഉണ്ട്, പിന്നെ ബുട്ടിക് കളക്ഷൻ ഉണ്ട്. ഏതുപോലത്തെ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് അതുപോലത്തെ ഐറ്റംസ് നമ്മൾ കൊടുക്കാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനൂപ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പം 95 തൊട്ട് 3000 വരുന്നുണ്ടെങ്കിൽ പലതും പല കസ്റ്റമേഴ്സാണ് വരിക, പലർക്കും പല സാധനങ്ങളാണ് ആവശ്യം വരിക. അപ്പം ഇതേപോലെ തന്നെ മീഡിയം ലെവലിൽ നോക്കുന്നവരും അതേപോലെ തന്നെ പ്രീമിയം ലെവലിൽ നോക്കുന്നവർക്കും ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഔട്ട്ലെറ്റിൽ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം കുറച്ച് കളക്ഷൻസ് എല്ലാം. അതുകൊണ്ടോ എത്രത്തോളം കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, അത്രത്തോളം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലുള്ള വേണമെങ്കിലും ഇവിടെ വന്ന് നോക്കിയാൽ മതി. കോട്ടൺ ആയിക്കോട്ടെ, ഫാബ്രിക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പാർട്ടി വെയറിലായിക്കോട്ടെ, ബൊട്ടീക്ക് ടൈപ്പിലായിക്കോട്ടെ, അതേപോലെ തന്നെ കുറച്ച് പ്രീമിയം ലുക്കിലുള്ളതായിക്കോട്ടെ, ഒക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ് ഇഷിത ഹൗസ്. അപ്പോൾ ഓക്കേതാ, അനൂപ് സാർ ഇന്ന് ഭയങ്കര ടയേർഡാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ തന്നെ ഒരുപാട് മലയാളി കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം അവർക്കെല്ലാം സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കലും ബില്ലിങ്ങും അതേപോലെ തന്നെ പാക്കിങ്ങും എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിലും കൂടുതൽ കസ്റ്റമേഴ്സ് ആണ് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം മലയാളി സ്റ്റാഫ് കാര്യങ്ങളൊക്കെ അനൂപ് സാറാണ് എല്ലാ കാര്യങ്ങളും മലയാളി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മലയാളി കസ്റ്റമേഴ്സിനെ ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലേ, നമുക്കിതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ വെൽക്കം സാർ, വെൽക്കം സാർ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ജോലിയാണ് നമ്മുടെ. കൃത്യമായിട്ടല്ലേ നമ്മുടെ വീഡിയോ നോക്കി ഇത്ര ദൂരമായിട്ട് വിശ്വാസം ചെയ്ത് വരുന്നവർക്ക് പിന്നെ അതുകൊണ്ട് ഇച്ചിരി എനർജി വെക്കാൻ ഓൾവേസ് ബി പോസിറ്റീവ് ആയിരിക്കുക. അപ്പോൾ മാത്രമല്ല അനൂപ് സാർ ഇപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്താണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്നാൽ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ട് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒന്നും കിട്ടില്ല. പക്ഷേ അതെല്ലാം ഈ ഒരു ഇഷിത ഹൗസിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ നമ്മൾക്ക് മലയാളി കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് തന്നെ അവർക്ക് തന്നെ അറിയാമല്ലേ, ഒരു ഐഡിയ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് നല്ല ഐഡിയ ഉള്ള ചിലർക്ക് ഉണ്ടാവത്തില്ല, തീരെ ഉണ്ടാവില്ല. ചിലർക്ക് ഒരു ആവറേജ്, നമ്മളൊക്കെ പോലെ ഒരു ആവറേജ് ഐഡിയ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരേപോലെ ഡീൽ ചെയ്യാൻ അങ്ങനെ പറ്റുന്നത് അവർക്ക് എക്സ്പീരിയൻസ് അല്ലേ അല്ല. അപ്പൊ ഇതിലിപ്പോ നമുക്കിപ്പോ ഒരു കസ്റ്റമേഴ്സിന് ആണെങ്കിൽ ഇപ്പൊ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിലും അതേപോലെ തന്നെ ഒരു നോർമൽ ആയിട്ട് ഇതേപോലെ തന്നെ നോർമൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഒരു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇഷിത ഹൗസിന്റെ സൈഡിൽ? മാഡം ഇവിടെ എങ്ങനെ അറിയാം, മിനിമം ഒരു സെക്ഷനിലേക്ക് മിനിമം 25,000 to 30,000 പർച്ചേസ് ചെയ്യണം. ചില കസ്റ്റമർ വന്നാൽ നിങ്ങൾക്ക് 2 ബണ്ടൽ 3 ബണ്ടൽ അങ്ങനെ തരത്തില്ല. പേഴ്സണൽ യൂസിന് വേണ്ടി നിങ്ങൾക്ക് ഐറ്റംസ് വേണ്ടെങ്കിൽ പ്ലീസ് സോറി കോൾ ചെയ്യരുത്. ഓൺലി ബിസിനസ് പർപ്പസ് ആയിട്ട് കൊടുക്കത്തുള്ളൂ, സിംഗിൾ പീസിൽ ഡീൽ ചെയ്യത്തില്ല. നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇഷിത ഹൗസിന്റെ വീഡിയോസിലാണ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അല്ലെ ചെറിയ പൈസക്കൊക്കെ ചെയ്യാൻ തരുമോ എന്നുള്ളത്. അപ്പൊ അവർക്ക് അത് അങ്ങനെ കയ്യിൽ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അതായത് മിനിമം എത്ര രൂപക്ക് നമ്മൾ മിനിമം സ്റ്റാർട്ട് ചെയ്യണം? മിനിമം പറഞ്ഞല്ലേ 25,000 to 30,000 മാക്സിമം നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്യാം. വേൾഡ് വൈഡ് ആണോ എല്ലാം വരുന്നത്? ഇമ്പോർട്ട് എക്സ്പോർട്ട് രണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ എത്ര ദൂരത്താണ് നമ്മളെ വീഡിയോസ് ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് യു ഐ നമ്മളെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ യു ഐന്ന് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കേരളക്കാർ കൂടുതൽ നമ്മുടെ മലയാളി അബ്രോഡിലാണ് കൂടുതലായിട്ടുള്ളത് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ ഒരു വിഷമം വേണ്ട, ഒരു ടെൻഷനും വേണ്ട. എല്ലാം അനൂപ് സാറും അവരുടെ ടീമും ഇഷിത ഹൗസിന്റെ ടീമും നിങ്ങൾക്ക് വേണ്ടിയിട്ട്
ചെയ്തു തരും അല്ലേ? അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താ പറയാനുള്ള നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇതിലിപ്പോ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിയോളൂ, ഫുൾ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? 6,000-7,000 കളക്ഷൻ ഉണ്ട് ഇവിടെ. അത്രയൊക്കെ കാണിച്ചു തരാൻ പറ്റില്ല, സാമ്പിൾ ആയിട്ട് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സാർ തന്നെ പറയും ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാം കാര്യങ്ങളും. നമ്മുടെ നാട്ടിലൊക്കെ റണ്ണിങ് ആയിട്ടുള്ള മേഡം കോട്ടൺ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. കോട്ടൺ ഉണ്ട്, അജ്രക് പ്രിന്റ് ഉണ്ട്, റിയോൺ ഉണ്ട്, എല്ലാ ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ. ഇതുപോലെ കസ്റ്റമർ പറഞ്ഞാൽ അതുപോലെ. ഇത് 95 rupees നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് സിംഗിൾ പീസിൽ ഇരുന്ന 1 പീസ്. സിംഗിൾ പീസ് പറഞ്ഞാൽ ഓൺലി ടോപ്പ്, 2 പീസ് പറഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം, 3 പീസിന് പറഞ്ഞാൽ ടോപ്പ് ബോട്ടം ആൻഡ് സോൾ. അത് ഫുൾ സെറ്റ്. ഓക്കെ, ഏത് മേടിച്ചാലും സെറ്റ് ടു സെറ്റ് കിട്ടത്തുള്ളൂ, ഓൺലി ബൾക്ക് ഓർഡർ. അതിൽ തന്നെ 4 സൈസിലാണ് വരുന്നത്. 4 സൈസ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ML, XL, ഡബിൾ എക്സൽ വരുന്നുണ്ട് അല്ലേ? മേക്ക് ടു ഓർഡർ ഉണ്ടെങ്കിൽ സ്മോൾ വരുന്നില്ല, മീഡിയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? മേക്ക് ടു ഓർഡർ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും അല്ലേ? ഓക്കെ, ക്വാണ്ടിറ്റി ഉണ്ടാവണം. നമ്മൾ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാമേ. നമുക്ക് സ്റ്റാർട്ടിങ് ഇത് ജസ്റ്റ് ഒരു ഡെമോ എന്നുള്ള രീതിയിലാണ്, അത്രത്തോളം കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ വീഡിയോയിൽ നമുക്ക് തെരഞ്ഞു പിടിച്ച് കാണിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് ഈ ഉള്ള സമയപരിധിയിൽ നമ്മൾ കുറച്ച് കളക്ഷൻസ് അനൂപ് സാർ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ 95 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3000 രൂപ വരെ ഉള്ളിലുള്ള പ്രീമിയം കളക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 95 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 95നായിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യരുത്. കറക്റ്റായിട്ട് സ്റ്റാർട്ടിംഗ് ആണ് അത് വരുന്നത്. അത് ഞാൻ പ്രത്യേകം വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അല്ലേ, 15 പറഞ്ഞിട്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് വന്നിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് 95 ആണ് തൊട്ട് 3000. അതായത് നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം ഒരു ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3000 രൂപേൻ്റെ സാധനങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇരട്ടി പൈസക്ക് അല്ലേ, നാട്ടിൽ എക്സ്ട്രാ പൈസക്ക് നിങ്ങൾക്ക് നാട്ടിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബൊട്ടിക്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഋഷിത ഹൗസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ കാണിക്കുന്ന കളക്ഷൻ. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നത്? ഇത് നോർമൽ നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. മീഡിയം റേറ്റ്, പ്രീമിയം റേറ്റ്, ബുട്ടീക്ക് റേറ്റ്, ഏത് റേറ്റിലെ ഐറ്റംസ് മേടിച്ചാലും മേഡം മെയിൻ എല്ലാം ഗ്യാരണ്ടഡ്. കളർ കളർ പോകത്തില്ല, മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാ ക്വാളിറ്റി അത് അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അല്ലേ? മെറ്റീരിയൽ ക്വാളിറ്റി അതായത് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ, അതായത് ചെറിയ പൈസക്ക് വാങ്ങുന്ന സമയത്ത് ചിലപ്പം നല്ല തുണിയാവില്ല എന്നൊക്കെ പലർക്കും ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് റേറ്റ് കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരാൻ ഞാൻ ഒത്തിരി ടെൻഷനാണ്. എന്താ കസ്റ്റമർ പറയും എനിക്ക് ഇച്ചിരി കുറേ റേറ്റിൽ തരണം, അങ്ങനെ കസ്റ്റമർ റേറ്റ് നോക്കുക, ക്വാളിറ്റി നോക്കണം. ഇപ്പൊ മാഡം ഇപ്പൊ ഞാനൊരു സോപ്പ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് ഇത് പർച്ചേസ് ചെയ്തിട്ട് പോയി 200 ഞാൻ നിങ്ങൾക്ക് തന്നു, ഇത് പോയി കളർ പോയി വേസ്റ്റ് ആയി, ട്രസ്റ്റിനെ ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി വസ്ത്രങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സൂറത്തിൽ ഔട്ട്ലെറ്റ് ആണ് ഈ ഒരു ഋഷിത ഹൗസ്. അപ്പൊ നമുക്ക് നീ കുറച്ച് കളക്ഷൻസ് ഒക്കെ നമ്മൾ സിമ്പിൾ ടൈപ്പ് ആണ് വരുന്നത്, വൺ പീസ് ആണ് വരുന്നത്, ടോപ്പ് ആയിട്ട് വരുന്ന സിമ്പിൾ ടൈപ്പ്. പിന്നെ ഗൗൺ ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു നമുക്കൊരു അല്ലേ ഒരു ഉടുപ്പ് പോലത്തെ ടൈപ്പിൽ വരുന്നുണ്ട്. അടിയിൽ ഒരു ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഷോൾ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് നോർമൽ ടൈപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വർക്ക് വരുന്ന ഭയങ്കര ഹെവി വർക്കല്ല, ഒരു സിമ്പിൾ വർക്കിൽ വരുന്ന ഒരു ഫാൻസി ടൈപ്പിൽ വരുന്ന അത് വരുന്നുണ്ട്. ഓഫീസ് വെയർ അതേപോലെ തന്നെ അങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. കണ്ടോ ഇതൊക്കെ കണ്ടോ, അങ്ങനത്തെ ഒരു കളേഴ്സ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പിൽ അങ്ങനെ ഒരു സിമ്പിൾ ടൈപ്പിൽ അധികം കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ്. നമ്മളെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ല നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. ഇത് പിന്നെ കൈ വരുന്നത്, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഓഫീസ് അതായത് എക്സ്ട്രാ സ്ലീവ്സ് ഇതിൽ വരുന്നുണ്ട്. പാന്റും വരുന്നുണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് അല്ലേ, 2 പീസ് സെറ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് കോഡ് സെറ്റ് ആണ് വരുന്നത്. കോഡ് സെറ്റിൽ അത്യാവശ്യം നല്ല കളക്ഷൻസിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. കൈയെല്ലാം കാണാം, ഫ്രണ്ട് എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നത്. ഫുൾ കൈ ടൈപ്പ് തന്നെ വരുന്നത് കോഡ് സെറ്റിൽ വരുന്നത്. ഇതും അതേപോലെ തന്നെ നല്ല കളർ, നൈസ് കളർ ഇടും. ഇതും അതേപോലെ തന്നെ കോഡ് സെറ്റ് ടൈപ്പ് വരുന്ന ലോങ് ആയിട്ട് വരുന്ന കുറച്ച് അത്യാവശ്യം നല്ല ദുപ്പട്ട വരുന്നില്ല, പാൻറ്റും ബോട്ടവും ടോപ്പും വരുന്ന ഇതായിട്ടുള്ള. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് ഈ ഒരു കോഡ് സെറ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര കോഡ് സെറ്റ് നമ്മുടെ അടുത്ത് മാഡം ഞാൻ പറഞ്ഞ 130, 40, 50 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. കോഡ് സെറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലേ എല്ലാ റേറ്റിലും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാ കുറച്ച് നല്ല ഭംഗിയുള്ള, ഇതൊരു ബൊട്ടീക്കിലൊക്കെ നമ്മൾ അധികം കാണുന്ന ടൈപ്പ് അല്ലേ, ഒരു നല്ല കോട്ടൺ ടൈപ്പാണ് വരുന്നത്, ഖാദി കോട്ടൺ. അതായത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് വരണുണ്ട് കസ്റ്റമർ.
ഇവിടുന്ന് ചിതാ ഹൗസിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ഈ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇതാ അനൂപ് സാർ ഇന്ന് ഡീൽ ചെയ്ത ഒരു മലയാളി കസ്റ്റമറാണ്. അതേപോലെ തന്നെ ഒരാൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഒരുപാട് പേര് റിസപ്ഷനിലുണ്ട്. ഇഷ്ടംപോലെ മലയാളി കസ്റ്റമേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നുണ്ട് അല്ലേ. പിന്നെ ഇവരെ അതാ പറഞ്ഞത്. അപ്പോൾ അതാ ഇത് കുറച്ചൊരു ഹെവി വർക്കിൽ വേണം, കുറച്ച് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബീഡ്സ് വർക്കിൽ വരുന്നത് എംബ്രോയിഡറി ടൈപ്പ് അല്ലേ, അതിൽ ബീഡ്സ് ആഡ് ചെയ്ത ത്രെഡ് വർക്ക് അല്ലേ. ഓക്കെ, ഇത് പ്രീമിയം ക്വാളിറ്റിയാണ്. ഫോറിൻ കൺട്രിയിലേക്ക് ഇതാണ് കൂടുതലായിട്ട് വെയിറ്റ്ലെസ് ആയിട്ട് വരുന്നത്. പക്ഷെ വെയിറ്റ്ലെസ് ആണ് ഭയങ്കരമായിട്ട് നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഇതാ വരുന്നത്. ഞാൻ അട്ടയിലും കൂടുതൽ വെയിറ്റ്ലെസ്. ഓക്കെ, ഇത് കുറച്ച് നല്ല ഭംഗിയുള്ള ദുപ്പട്ട സെറ്റ്, നല്ല ഭംഗിയുള്ള വർക്കൊക്കെ വരുന്ന സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നത് അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. ഓക്കെ, ഇത് കുറച്ച് ഹെവി പാർട്ടി വെയർ ആയിട്ട് വരുന്ന കുറച്ച് അല്ലേ. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് പാർട്ടി വെയറിലൊക്കെ? പാർട്ടി വെയറിലേക്ക് 300 അത്യാവശ്യം നല്ല സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ടല്ലേ. ഇതൊക്കെ കുറച്ചുണ്ടോ, അതൊക്കെ കുറച്ച് ഹെവി ടൈപ്പിൽ വരുന്ന ഒരു പാകിസ്ഥാനി നല്ല രസമുണ്ട് ഇതിന്റെ ഷോള് കാണാനല്ലേ. പാകിസ്ഥാനി ടൈപ്പിൽ കുറച്ച് നല്ല വർക്കിൽ നമുക്ക് വെഡിങ്ങിനൊക്കെ പ്രത്യേകിച്ച് വെഡിങ് വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പിൽ കുറച്ച് ഹെവി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. പിന്നെ ഇത് വേറെ തന്നെ ഒരു വെറൈറ്റി ആണല്ലോ, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാത്തൊരു ടൈപ്പ് ആണല്ലോ ഇത് വരുന്നത്. ഒരു നല്ല ഭംഗിയുള്ള കുറച്ച് ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറച്ചൊരു ഇത് കലങ്കാരി വർക്ക് പോലത്തെ ടൈപ്പാ, ബാന്തിനി പ്രിന്റ് പോലെ. ബാന്തിനി അല്ലേ, ഓരോ പേരുണ്ട്. അനൂപ് സാറിനാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഓരോ ഡിസൈനിന്റെ നെയിംസ് കറക്റ്റ് ആയിട്ട് അറിയാം. ഏത് പറഞ്ഞാലും ഇഷ്ടം പോലെ ഉണ്ട് വരുന്നുണ്ട്. കണ്ടോ ഇതൊക്കെ കണ്ടോ, കുറച്ച് സിമ്പിളും അല്ല ഹെവി അല്ല, വർക്കിൽ വരുന്ന അല്ലേ. ഓക്കെ, ഫൈനലി നല്ല ഭംഗി. ഈ ഓരോ നമ്മളിപ്പോ സെലക്ട് ചെയ്താൽ തന്നെ ഓരോന്നും ഓരോ മെറ്റീരിയൽ ആണ്, ഓരോ പേരിൽ വരുന്ന ഓരോ മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇത് കുറച്ച് നല്ല ഭംഗി. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ബനാറസ് ടൈപ്പിൽ വരുന്ന അല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണില്ലേ, ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഭംഗിയുള്ള കുറച്ച് കുർത്താസ് വരുന്നത്. ഇത് കുറച്ച് നമ്മളതേപോലെ തന്നെ ബ്ലാക്കിൽ വരുന്ന അല്ലേ. ഇത് ഡിജിറ്റൽ പ്രിന്റിലെ മാഡം, ഷോളില് ഡിജിറ്റൽ പ്രിന്റ്. ഓക്കേ, ടോപ്പിലും ഉണ്ട്, ഇവിടെയൊക്കെ ഡയമണ്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. ഓക്കേ, അപ്പോൾ ഇതാ ഇത്രയും കളക്ഷൻസ് നമ്മൾ കണ്ടേ. ഇനി ഇതല്ല, ഇതിലും കൂടുതൽ കളക്ഷൻസ് നമുക്ക് ഒന്നായിട്ട് ഇപ്പൊ നോക്കാൻ കഴിയില്ലല്ലോ. ക്യാമറ അടിച്ച് നോക്കിയാൽ കാണാം എത്ര ഐറ്റംസ് ഉണ്ട്. ബാക്കി ഇനി എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ബാക്കി പിന്നെ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. കസ്റ്റമർ വരാൻ പറ്റില്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ കണ്ട വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യാൻ മറക്കരുത്. കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല, ലാംഗ്വേജ് അറിയത്തില്ല, സിറ്റി പുതിയതെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫ്ലൈറ്റ് ആണ് ശരി, ട്രെയിൻ ആയെങ്കിൽ ശരി, ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ ഫോട്ടോ തന്നിരിക്കുന്ന നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾ ഇവിടെ പാതിരാത്രിയിൽ വന്ന് ഇറങ്ങിയാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് ഫ്രീ സർവീസ് കിട്ടും. നമ്മുടെ കമ്പനി ഡ്രൈവറുണ്ട്, പിക്കപ്പ് ചെയ്യാൻ വരും. ഇവിടെ നിങ്ങൾ ഈ മാഡം ഹോട്ടൽ, നമ്മുടെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എവിടെ ഇറങ്ങിയാലും ഇവിടെ ലോക്കൽ ഓട്ടോ ടാക്സിക്കാരും എല്ലാവരും അവരെ ഏജൻറ്റ്മാരാണ്. ഹോട്ടലിൻ്റെ മാനേജറും ഏജൻറ്റ്മാരും. അവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് എന്താ ചെയ്യും, എവിടെയൊക്കെ 10% കമ്മീഷൻ ക്യാഷ് കിട്ടും, എവിടെയൊക്കെ കമ്മീഷൻ കിട്ടും അവിടെയെല്ലാം കൊണ്ടുപോയി ഫ്രോഡാക്കി വിടും. പിന്നെ കാണിക്കുന്ന ഐറ്റംസൊക്കെ വേറെ, പിന്നെ അയച്ചു തരുന്ന ഐറ്റംസൊക്കെ വേറെ, അങ്ങനെ എവിടെ ചീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കസ്റ്റമറിന് സേഫ്റ്റിന് വേണ്ടി നമ്മുടെ കമ്പനി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ സർവീസ് നമ്മുടെ കമ്പനി ഡ്രൈവർ വെച്ചിരിക്കുന്നത്. പാതിരാത്രിയിൽ വന്ന് ഇറങ്ങിയാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ നമ്മുടെ ആളുണ്ട്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവന്മാർ വന്ന് സേഫായിട്ട് പിക്കപ്പ് ചെയ്ത് പിന്നെ നിങ്ങൾ പറയുന്ന റേറ്റിലേക്ക് ഹോട്ടലും കാണിച്ചൊക്കെ ബുക്കാക്കി തരും. പിന്നെ മാഡം എത്ര പ്രാവശ്യം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആയാലും ഫ്രീ സർവീസാണ്.